ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു V360X. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്വിഫ്റ്റ് ആണ്. നാലാമത്തെ ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. 2026 ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. VXA ആണ് വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 90% ഇന്ത്യക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് മാരുതി. അതിൽ തന്നെ ഒറ്റ പേര് വെച്ചിട്ടൊരു 4 ജനറേഷൻ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വിൽപ്പനയിലൊന്നും ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. അപ്പോൾ 2026 ആയപ്പോഴേക്കും നാലാമത്തെ ജനറേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഇതിൻ്റെ മെക്കാനിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻറ്റീരിയർ, പിന്നെ ഔട്ടർ ലുക്ക്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് മുൻഭാഗത്ത് നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ കണ്ടിട്ട് നമുക്ക് എഞ്ചിൻ്റെ സ്പെക്ക് കാര്യങ്ങളിലോട്ട് കിടക്കാം. മുൻഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്പോർട്ടി ലുക്ക് അവരൊട്ടും മാറ്റി പിടിച്ചിട്ടില്ല. നല്ല സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് നാലാമത്തെ ജനറേഷനും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ബോണറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വേറെ ചില വണ്ടികളുടെ സാമ്യം ഇതിനകത്തുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഡിസൈനിലാണ് ഇതിൻ്റെ ബോണറ്റൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുമ്പ് വരുന്ന മാരുതിയുടെ അതേ ഒരു ഫ്ലാറ്റ് ടൈപ്പോ അങ്ങനെ ഒന്നുമല്ല. അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ ഒരു കർവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് 2 പീസൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ബമ്പർ ഒരു പീസായിട്ടും ബോണറ്റ് വേറൊരു പീസായിട്ടും, അത് ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല എടുത്ത് നിൽക്കുന്ന ഒരു ലോഗോ, ഇച്ചിരി വലുതായിട്ടുള്ളൊരു ലോഗോ, സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഗ്രില്ലാണ് ഒരു സ്റ്റൈലിഷ് ലുക്കിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് എലമെൻ്റാണ് ആ കളർ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ വാഹനത്തിന്. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ എയർ ഡാം യൂണിറ്റ് ഭയങ്കര ഒരു ഭീകര എയർ ഡാം യൂണിറ്റ് ഒന്നും അല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഭംഗിക്ക് ഒട്ടും കുറവ് വരുത്താത്ത രീതിയിലുള്ള ഒരു എയർ ഡാം യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ കളർ വൈറ്റ് ആണെങ്കിലും എയർ ഡാം യൂണിറ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബമ്പർ ലിപ്പ് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്, കാരണം ഒരു സ്പോർട്ടി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഒരു പ്രീമിയം ഫീൽ, അതായത് നമ്മളൊരു പ്രീമിയം കാറുകളിൽ കാണുന്ന ടൈപ്പ് ഹെഡ് ലാമ്പാണ് നമ്മുടെ സ്വിഫ്റ്റ് 4th ജെന്നിൽ വരുന്നത്. ഇത് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇൻസൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ വേരിയൻറ്റ് VXA ആണ്. നമ്മുടെ അടുത്ത വേരിയൻ്റ് തൊട്ട് ഈ ഒരു ഭാഗം, അതായത് DRL വരുന്നുണ്ട്. ഇതിൽ DRL ഇല്ലാത്തതുകൊണ്ട് ഒരു ക്രോമിയം ഫിനിഷ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഹാലജൻ ബൾബ് തന്നെയാണ്, നമ്മൾ നോർമലി വരുന്ന ബൾബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പാർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ നോർമലി വരുന്ന ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൂടെ ഒരു LED ടൈപ്പ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഒരു മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് അതും കൂടെ ഒരു LED ആക്കാമായിരുന്നു. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് യൂണിറ്റാണ്. ഫോഗ് ലാമ്പ് ഇതിന് വരുന്നില്ല, VXA ആയതുകൊണ്ട്. ZXi+ അങ്ങനത്തെ വേരിയൻറ്റിലോട്ടാണ് ഫോഗ് ലാമ്പ് വരുന്നത്. നമുക്ക് ഇതിന് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഫോഗ് ലാമ്പ് നമുക്ക് അഡീഷണൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് തോന്നുന്നു, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബമ്പർ ഭാഗമേ അല്ല. അത്യാവശ്യം നല്ല ഒരു ഡെൻറ്റും കർവൊക്കെ കൊടുത്തിട്ട് വളരെ നല്ലൊരു സ്പോർട്ടി ലുക്കിന് അവർ മാക്സിമം ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അത്രത്തോളം വർക്ക് ഇതിനകത്ത് അവർ ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് ഡിസൈൻ ചെയ്ത് എന്തു പറയാം, കുറച്ച് കാശ് ചിലവാക്കിയാണ് എനിക്കൊന്ന് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. നോർമലി വരുന്ന ഒരു ഫ്ലാറ്റ് ടൈപ്പ് ബമ്പർ ഒന്നുമല്ല, നല്ല ഡിസൈനിൽ ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ വലിയ മാറ്റം വന്നിട്ട് ഇല്ല വശങ്ങളിലേക്ക്. കാരണം നമ്മളെ നോർമലി നമ്മളെ 3rd ജനറേഷൻ പോലെയൊക്കെ തന്നെയാണ് സൈഡിലേക്ക് വരുന്നത്. പിന്നെ ഒറ്റ മാറ്റം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ നമ്മളെ ഫില്ലർ, അതായത് ഇവിടെ ഹൈഡ് ചെയ്ത് വരുന്ന ഹാൻഡിലല്ല വരുന്നത് 4th ജെന്നിന്. നമ്മൾ നോർമലി ഡോറിൽ തന്നെയാണ് വരുന്നത്, അതായത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ് വരുന്നത്. സെയിം ഒരു യൂണിഫോം പൊസിഷനിൽ രണ്ടും ഒരേപോലത്തെ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മാരുതിയുടെ ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത്യാവശ്യം ഈ 4th ജെൻ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കുറ്റം പറയാനായിട്ടില്ല, കുറച്ച് കുറ്റങ്ങളുണ്ട്, നമുക്ക് പോകുമ്പം പറഞ്ഞു പോകാം. അപ്പോൾ ആ ഹാൻഡിൽ വന്ന വ്യത്യാസമുണ്ട്. ഡോറിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് അല്ല, ഇവിടെയും ഒരു കർവ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡെൻറ്റും കർവും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാനായിട്ട് വെറുതെ ഒരു ഡോർ പാഡ് അങ്ങനെ കൊടുത്തിട്ടില്ല. കൊള്ളാം, നല്ല ഒരു കർവിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് പെട്ടെന്നത് ഫീൽ ചെയ്യും, ഫ്ലാറ്റ് അല്ല, കുറച്ച് ഡിസൈൻ, അതായത് ഇതിനകത്ത് എന്തോ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യും, വെറുതെ ഫ്ലാറ്റായിട്ട് കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് മിററിലേക്ക് വരുമ്പോൾ ബോഡി കളറായിട്ടുള്ളൊരു മിററാണ് വരുന്നത്, VXA ആയതുകൊണ്ട് തന്നെ. അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ LED ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നോർമലി എനിക്ക് ഒന്ന് മുമ്പ് ഉണ്ടായിരുന്ന, അതായത് നമ്മളെ 2nd ജെൻ ആ ഒരു സ്വിഫ്റ്റിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഫ്ലാറ്റായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. മറ്റത് കുറച്ചുകൂടെ പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒതുക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിററിൻ്റെ സൈസ് തന്നെ കുറച്ച് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഒതുങ്ങിയ മിററാണ് വരുന്നത്, ഭയങ്കര ഒരു സൈസിലല്ല വരുന്നത്. അത് നമ്മൾ ഇൻസൈഡ് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് ഒരു സ്പോർട്ടി ലുക്കും ഒരു പ്രീമിയം ഫീലും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗം നമ്മുടെ ടോപ്പും താഴെ നമ്മളെ ഈ സൈഡ്, അതായത് ഡോറിൻ്റെ ഈ ബോട്ടം സൈഡും ടോപ്പ് സൈഡും വൈറ്റും സെൻറ്ററിൽ ഫുള്ളൊരു ബ്ലാക്ക് എലമെൻറ്റ്. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു ഗ്ലാസ് ഫിനിഷ്, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലാസ് എങ്ങനെയാണോ ആ ഒരു ഗ്ലോസി ഫിനിഷ് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇത് ഇത്രയും ഒരു നല്ലൊരു ലുക്ക് നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ. ഒരു കുഞ്ഞൻ കാറാണെങ്കിലും നമുക്ക് അതിനകത്തൊരു ലുക്ക് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ 165/14 നമ്മുടെ ടയർ സൈസ് വരുന്നത്. അലോയ് വീൽസ് വരുന്നില്ല, വീൽ കപ്പാണ് വരുന്നത്. VXI വേരിയൻ്റ് ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ മാരുതിയിൽ, അതായത് സ്വിഫ്റ്റിൽ കണ്ടുവരുന്ന അതേ സെയിം ടയർ സൈസ് തന്നെയാണ് വരുന്നത്. ഒരു എന്തു പറയുക, കുറച്ചൊരു വീതി കൂടിയ ടൈപ്പാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടില്ല എന്നല്ല. എന്നിരുന്നാലും നമ്മുടെ വാഹനങ്ങൾക്ക് എപ്പോഴും ടയർ കാണാൻ ഭംഗി തോന്നണമെങ്കിൽ ഇവിടുത്തെ ഈ വീതി കുറഞ്ഞിരിക്കണം. ഇത് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലുക്കായിരിക്കും, കുറച്ചുകൂടെ ഒരു കാണാൻ ഭംഗി കിട്ടും. അത് കഴിഞ്ഞ് പിൻവശത്തേക്ക് വരുമ്പോൾ നമ്മുടെ ടൈപ്പ് 3 പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. നമ്മുടെ ടെയിൽ ലാമ്പൊക്കെ ഒരു സ്പോർട്ടി ലുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നതാണ് ഈ ടെയിൽ ലാമ്പ്സ്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ലുക്കുണ്ട്. ഒരു റെഡ് എലമെൻറ്റും അതിനകത്തുള്ള DRലും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ കംപ്ലീറ്റ് LED ആണ് ഇതിനകത്ത്. നമ്മുടെ നോർമലി വരുന്ന ഹാലജൻ ബൾബൊന്നുമില്ല, ഫുൾ LED ആണ്. അതൊക്കെ നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത്യാവശ്യം നല്ലൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. നമ്മൾ മുൻവശത്ത് കണ്ട അതേപോലെ ഒരു ലോഗോ ബാക്ക് സൈഡിലുണ്ട്. അത്ര സൈസ് ഇല്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുമ്പ് വരുന്നത് പോലെ VXI, LXI, ZXI അമ്മാതിരി ബാഡ്ജിങ് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് എന്നുള്ള ഈ പേരൂടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് കാണാൻ കുറച്ച് ഒരു എലഗൻറ്റ് ലുക്ക് വരും. എന്നിരുന്നാലും അവരത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഭാവിയിൽ നമ്മുടെ അടുത്ത എനിക്കൊന്ന് ഒരു 5ാമത്തെ ജനറേഷനൊക്കെ ആകുമ്പം സ്വിഫ്റ്റ് മാറി ലോഗോ മാത്രം ആകുമെന്നാണ് തോന്നുന്നത്. കാരണം അതാണ് കുറച്ചുകൂടെ കാണാൻ ഭംഗി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ ബാക്ക് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. മേളിലായിട്ടൊരു നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ടെയിൽ ലാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേളിലേക്ക് വരുമ്പോൾ ആൻറ്റിനയാണ്. ഇവിടെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന വെക്കാവുന്നതാണ്. അത് ബാക്ക് സൈഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുമ്പൊക്കെ ഫ്രണ്ടിലായിരുന്നു, അതൊക്കെ മാറി കുറച്ചുകൂടെ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലോട്ടാക്കി ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുക്കാൻ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബൂട്ടിൻ്റെ ടോപ്പ് സൈഡൊക്കെ അത്യാവശ്യം വീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് ഓപ്പൺ ആവുന്നത്. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്തി കുറച്ചുകൂടെ ലുക്കിനൊക്കെ ആയിട്ട് ഒരു സ്പോയിലറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് ഭാഗം കയറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. കുറച്ചുകൂടെ കാര്യങ്ങൾ ഇപ്പോൾ മാരുതി ശ്രദ്ധിച്ചു വരുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗമാണ്, അവിടെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡെൻറ്റും കർവും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടെ നമ്മളെ ഫ്രണ്ടിൽ എയർ ഡാം യൂണിറ്റിൽ കണ്ട ആ ഒരു ബമ്പർ ലിപ്പിൻ്റെ ഒരു ലുക്ക് ഈ ഭാഗത്തൂടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ലുക്ക് വന്നേനെ. പിന്നെ നമ്മുടെ സെൻസർ, റിവേഴ്സ് സെൻസറും കാര്യങ്ങളും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബൂട്ട് തുറക്കാം. ബൂട്ട് തുറന്ന് കണ്ടിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം. മുമ്പ് കാലങ്ങളിൽ കണ്ടുവരുന്നത് നമുക്ക് ബൂട്ട് തുറക്കണമെങ്കിൽ ഇവിടെ ഒരു കീ ഹോള് കാണും, നമുക്കൊരു ലോക്ക് സിസ്റ്റം ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇൻസൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിസൈഡിലായിട്ടൊരു ഒരു ചെറിയൊരു ലോക്കുണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ഓപ്പൺ ആവുന്നതാണ്. ഇതാണ് നമ്മുടെ 4th ജെൻ സ്വിഫ്റ്റിൻ്റെ ബൂട്ട്. 265 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. എനിക്ക് തോന്നുന്നു ഒരു 3 ട്രോളി ബാഗൊക്കെ ഇതിനകത്ത് സുഖമായിട്ട് വെക്കാൻ പറ്റും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരാൾക്ക് കയറി കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈസുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി കിടക്കാൻ പറ്റില്ല. പക്ഷേ എന്നെക്കാളും കുറച്ചുകൂടെ കുഞ്ഞ് ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി കിടക്കാൻ പറ്റും. അതിനുള്ള സ്പേസൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ, അതായത് നമ്മുടെ ഡിക്കിയുടെ അടിസൈഡ് നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പീസ് കൊടുത്തിട്ട് ഒന്ന് വൃത്തിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഇച്ചിരി ബൾക്കി ആയിട്ടാണ്, അത് നല്ല വീതിയുണ്ട്. അത് വെറുതെ ഒരു കുഞ്ഞ് നമ്മളെ നോർമലി വരുന്നതൊക്കെ ഇത്രയൊക്കെ കാണത്തുള്ളൂ, ഇച്ചിരി വീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇമ്പാക്റ്റൊക്കെ ഒന്ന് കുറയ്ക്കാനായിരിക്കും. ഇപ്പോൾ നമ്മുടെ പുറകിൽ നിന്നൊരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസൈഡിലോട്ട് ബാധിക്കാതിരിക്കാനായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം. ഈ ഭാഗത്തോട്ടൊരു ഹാൻഡിലുണ്ട്, ഇത് പിടിച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ സ്പെയർ വീൽസ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഈ ഒരു ട്രേ പൊക്കി കഴിഞ്ഞാൽ സ്പെയർ വീൽസ് കാര്യങ്ങൾ അടിയിൽ നല്ല ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ജാക്കി ലിവർ കാര്യങ്ങൾ താഴെ കാണാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മുടെ ജാക്കി ലിവർ കാര്യങ്ങളിരിക്കുന്നത്. അതൊക്കെ ഇച്ചിരി വൃത്തിക്ക് ഒതുക്കി അവർ ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്പേസ് വെറുതെ കളയാതെ ജാക്കി ലിവർ വയ്ക്കാനായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി എടുത്ത് 2-3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ സ്ഥലമൊക്കെ മാറും. നമ്മൾ ഇതിനകത്താണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ നേരെ എടുത്ത് സ്പെയർ വീലിൻ്റെ മേലോട്ട് ഇടും. അങ്ങനെ ഓടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് നോയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലോട്ട് അവരത് ഭദ്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കവറൊക്കെ ഉണ്ടെങ്കിൽ തൂക്കിയിടാം. എനിക്ക് തോന്നുന്നു ഫിഷൊക്കെ വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ
നിന്ന് വരുമ്പോൾ തൂക്കിയിട്ട് വരാനുള്ള ഒരു ഹുക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മയായിട്ട് ബൂട്ടിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബൂട്ട് ലൈറ്റ് ഇല്ല. കാരണം നമ്മൾ അത്യാവശ്യം രാത്രിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ബൂട്ട് ലൈറ്റിൻ്റെ ഒരു കുറവ് അത്യാവശ്യം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പാഴ്സൽ ട്രേ വരുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു പാഴ്സൽ ട്രേ ആണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിക്കും. ഓക്കെ, അതും അത്യാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൂട്ട് കണ്ടു കഴിഞ്ഞു, നമ്മൾ ഔട്ട് സൈഡും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈവർ സൈഡ് ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. ഡോർ പാഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുള്ളി ബ്ലാക്ക് എലമെൻറ്റിലാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ കളറൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന് മുന്നേ ഉള്ള ജനറേഷനിൽ ഇച്ചിരി കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡോർ പാഡ് ഫ്ലാറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. അത്യാവശ്യം ഇതിനകത്തൊരു ഗ്രിപ്പ് ടൈപ്പ് ഡിസൈൻസ്, ഒരു പാറ്റേൺ ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ഹാൻഡിലിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷിലാണ് ഹാൻഡിൽ വരുന്നത്. ഇത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു കളറ് വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനം, അതല്ലാതെ വേറെ ഒന്നുമില്ല. തൊട്ട് താഴേക്ക് നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി ലോക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ബാക്ക് സൈഡിലെ വിൻഡോസ് ലോക്ക് ചെയ്യുന്ന സ്വിച്ച് ഇവിടെ ഉണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിലെ പവർ വിൻഡോ ഓട്ടോമാറ്റിക് ആണ്. 1 ടച്ചിൽ ഓപ്പൺ ചെയ്യാനും 1 ടച്ചിൽ ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അടയ്ക്കേണ്ട ഹാൻഡിൽ അതുണ്ട്. പിന്നെ ഈ ഭാഗം കാണുമ്പോൾ നല്ലൊരു ആംറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് വെറും ഒരു ഫോം വെച്ച് അടിച്ചിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്പോഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഇൻസൈഡ് പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. കാഴ്ചയ്ക്ക് നല്ല കുഷനും കാര്യങ്ങളും കിട്ടുമായിട്ട് തോന്നുമെങ്കിലും കൈ വെച്ച് വയ്ക്കാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു സ്പോഞ്ച് കാര്യങ്ങൾ ഇതിനകത്തില്ല. തൊട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫയൽ പോക്കറ്റാണ്. ഒറ്റ ബോട്ടിൽ മാത്രമേ വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. ബാക്കിലോട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഫയലോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ബാക്കിലോട്ട് വെക്കാം. പിന്നെ ഈ ഭാഗത്തായിട്ട് സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു പുതിയ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം, നല്ലൊരു രസമുണ്ട് ആ ഭാഗമായിട്ടും കാണാൻ. ടോട്ടലി നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോർ പാഡ് വലിയ വൃത്തിയോടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മുന്നുള്ള മാരുതിയുടെ വണ്ടികളെ അപേക്ഷിച്ചിട്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ പാഡ് അത്യാവശ്യം ഓപ്പണിങ് കിട്ടുന്നുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാനോ ഇറങ്ങാനോ ഒന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നല്ലൊരു ഓപ്പണിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലെ ഡോർ പാഡ് നോക്കാം എങ്ങനെയാണെന്ന്. ബാക്കിലെ ഡോറ് വരുമ്പോൾ ഫ്രണ്ടിൽ കിട്ടിയ അത്രയും ഓപ്പണിങ് ബാക്ക് സൈഡിലില്ല. കാരണം കയറാനായിട്ട് ഇച്ചിരി സ്പേസ് കുറവ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ ഒരു സ്പേസ് കുറവ് ഫീൽ ചെയ്യും. കയറാനും ഇറങ്ങാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നല്ല, പക്ഷേ കുറച്ച് സ്പേസ് കുറവാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ടാണ് ആ ഒരു സ്പേസ് കുറവ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഹാൻഡിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട അതേ ഒരു പാറ്റേൺ ഇവിടെയുണ്ട്. അതേ സ്പോഞ്ച് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് സ്പോഞ്ച് അല്ല, ഇത് പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഫ്രണ്ടിലുള്ള ആംറസ്റ്റിൽ ആ കുഷനും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അവർ ഡെമ്മി പോലെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൽ. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ കൊടുത്ത അതേ ആ ഒരു കുഷൻ്റെ ആ ഒരു ഫോമിൻ്റെ മെറ്റീരിയൽ ഇട്ട് ഇവിടെയും ചെയ്യാമായിരുന്നു. ഒരു യൂണിഫോമിറ്റി കിട്ടുമായിരുന്നു. പിന്നെ ആ പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്. തൊട്ട് താഴേക്കുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ബോട്ടിൽ ഹോൾഡർ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോട്ടിൽ ഹോൾഡർ മാത്രമാണുള്ളത്. ബാക്ക് സൈഡ് ഫ്ലാറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഫ്രണ്ട് സൈഡിൽ വന്ന സ്പീക്കർ, നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ സ്പീക്കർ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ പാറ്റേൺ തന്നെയാണ്. പ്രത്യേകിച്ച് ഡോർ പാഡിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതേ കാര്യങ്ങൾ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളിലോട്ട് പോകാം. ഡോർ പാഡ് കണ്ട സ്ഥിതിക്ക് നമുക്കിനകത്തോട്ട് കയറി നോക്കാം. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ലൊരു ഓപ്പണിങ് ഈ വാഹനത്തിനുണ്ട്. ഇച്ചിരി വലിയ ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് സുഖമായിട്ട് കയറി ഇരിക്കാൻ പറ്റും. ഞാനൊന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊന്ന് അകത്തോട്ട് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ അത്യാവശ്യം ഓപ്പണിംഗ് ഉണ്ട്. നല്ല കയറാനും ഇറങ്ങാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ സീറ്റ്സ് ആണ്. നല്ല ഹഗ് ചെയ്തിരിക്കുന്ന സീറ്റാണ് സ്വിഫ്റ്റ് 4th ജെൻ്റെത്. എനിക്ക് പെട്ടെന്ന് ഫസ്റ്റ് നമ്മൾ ഇരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് സീറ്റിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. നല്ല ഹഗ് ചെയ്ത് നല്ല കുഷനിങ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റാണ്. അതൊരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതിനകത്ത് ലെതറോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനിയിൽ നിന്ന് വരുന്ന അതേ സീറ്റ് തന്നെയാണ്, കവറൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് നല്ല രസമുണ്ട്, നല്ല കുഷനിങ് കാര്യങ്ങളുണ്ട്. സീറ്റ് എനിക്കെന്തോ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ. അത് കഴിഞ്ഞ് സീറ്റ് കഴിഞ്ഞ് നമ്മുടെ ഹാൻഡ് ബ്രാക്കിൻ്റെ ആ ഒരു ഭാഗമാണ്. ഹാൻഡ് ബ്രാക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, തീരെ ഇടുങ്ങിയൊന്നുമല്ല, അത്യാവശ്യം ഇത്തിരി വലിപ്പത്തിൽ നമുക്കൊന്ന് പെട്ടെന്ന് യൂസ് ചെയ്യാൻ കണക്കിന് വെച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രാക്ക്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ചൊന്നും ഇട്ട് കളയല്ല അവിടെ, കാരണം നമ്മൾ താക്കുന്ന സമയത്ത് കൈ എറി ഇടിക്കും. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും വെക്കണമെന്ന് ഞാൻ പറയത്തില്ല. തൊട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഒരു ആംറസ്റ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ആംറസ്റ്റ് ഇനി വരുന്ന എല്ലാ വാഹനങ്ങളിലും, അതായത് ബേസ് വേരിയൻ്റ് തൊട്ട് ആംറസ്റ്റ് നിർബന്ധമാക്കണമെന്നാണ്. കാരണം അത് വണ്ടിയിൽ ഒരു ഇൻറ്റീരിയറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഏറ്റവും കിട്ടുന്നത് നമുക്ക് ആംറസ്റ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഗിയറാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു 5 സ്പീഡ് ഗിയർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ നോർമലി ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ ഒരു ഗിയർ നോബ് ഉണ്ട്.
പിന്നെ ഫ്രണ്ടിലായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു മൊബൈൽ വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് USB ചാർജിങ് VXI മുതൽ USB ചാർജിങ് ഇവിടെ ഉണ്ട്. നമുക്ക് USB കൊടുത്ത് ചാർജ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ ഒരു 12 വാൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗം വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി സ്പേസ് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാനായിട്ട് മൊബൈലൊക്കെ ഒന്ന് നല്ലോണം ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉള്ളൊരു സ്പേസ് ആ ഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മുടെ ഡാഷ്ബോർഡാണ്. നമ്മൾ നോർമലി കണ്ടുവന്ന ഒരു ഡാഷ്ബോർഡേ അല്ല സ്വിഫ്റ്റ് 4th ജെന്നിൻ്റെത്. എനിക്ക് തോന്നുന്നു സ്പേസ് കാര്യങ്ങൾ നമുക്കൊരു സാധനം വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഡിസൈൻ വൈസ് ഇത് ഓക്കെയാണ്. നല്ലൊരു ഡിസൈനിലാണ് നമ്മുടെ ഡാഷ് ചെയ്തിട്ടുള്ളത്. ഈ എയർ വെൻറ്റ് വരുന്ന ആ ഒരു പോർഷൻ കണ്ടില്ല, അത് മാത്രം ഒരു പ്രത്യേക ഒരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. എയർ വെൻറ്റ് വെറുതെ ഒരെണ്ണം അവിടെ കൊടുക്കാതെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഇങ്ങോട്ട് നീട്ടി ലെങ്തിൽ കൊടുത്തിട്ടുണ്ട്. മേളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം. എനിക്കൊന്നും അങ്ങനെ ഒന്നും അവിടെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബൾക്ക്, അതായത് ഒരു ബഡ്ജ് ചെയ്തിരിക്കുന്ന ടൈപ്പിലാണ് ആ ഭാഗം ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഭാഗത്തായിട്ട് ഒരു നീളത്തിനൊരു പീസ് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഫ്ലാറ്റായിട്ട് കൊടുക്കാതെ കാണാൻ ഒരു ഭംഗിക്കായിട്ടൊരു പീസ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് നമ്മളെ ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. ഭയങ്കര സ്പേസ് തന്നോ എന്നാൽ സ്പേസ് കുറവൊന്നും അല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് പക്ഷേ ഒരു ലൈറ്റോ കാര്യങ്ങളൊന്നും ലാമ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൂടെ വേണമായിരുന്നു. പിന്നെ നമ്മുടെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂഫിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി വരുന്ന ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. LEDസോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ഇച്ചിരി ഒരു വലിയൊരു പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൺഷെയ്ഡാണ് വരുന്നത്. അതിനകത്തൊരു വാനിറ്റി മിററുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ സൺഷെയ്ഡ് മാത്രമാണ്, വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. നമുക്ക് എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ വെക്കാനുള്ള ഒരു ഹോൾഡറൂടെ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വാനിറ്റി മിററിൽ ലൈറ്റും വരുന്നില്ല, മിറർ മാത്രമാണ് വരുന്നത്. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഒന്ന് നോക്കാം. പുതിയൊരു ടൈപ്പിലാണ് വരുന്നത്, പഴയ മോഡലൊന്നുമല്ല. ഡിജിറ്റലായിട്ടുള്ളത് സെൻട്രലുള്ള ഈ പോർഷൻ മാത്രമാണ്. 2 സൈഡിലും അനലോഗ് മീറ്റർ തന്നെ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മുടെ സമയം, വണ്ടിയുടെ കിലോമീറ്റർ കാര്യങ്ങൾ, ഫ്യൂൽ കേജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. VXI മുതൽ മുന്നോട്ടുള്ള വേരിയൻസിലൊക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും മ്യൂസിക്കിൻ്റെ കൺട്രോളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലായിട്ട് ഒരു സുസുക്കിയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിയറിങ് നമ്മുടെ നോർമലി വരുന്ന പഴയ ജനറേഷൻ്റെ അതേ സ്റ്റിയറിങ് തന്നെയാണ്. നമ്മൾ ബ്രസേലൊക്കെ കണ്ടുവരുന്ന അതേ സ്റ്റിയറിങ് തന്നെയാണ് സ്വിഫ്റ്റ് 4th ജെന്നിലും വരുന്നത്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എയർ വെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC-യുടെ വെൻറ്റുകൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഈ ഭാഗത്തായിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് ഇവിടെ ആയിട്ടുണ്ട്. പെട്രോൾ ടാങ്ക്, അതായത് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന ലിവർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ലിവറൊക്കെ താഴെ നിന്ന് മേളിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. താഴെയാണെങ്കിൽ അത് കുറച്ച് പാടായിരുന്നു. മേളിലാക്കിയപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ബുദ്ധിമുട്ടൂടെ മാരുതി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കമ്പനികളും അങ്ങനെ മാറി ചിന്തിക്കണം. ഒട്ടുമിക്ക കമ്പനികളിൽ അത് മേളിലാണ്, ചില വണ്ടികളിൽ മാത്രമാണ് താഴെയായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ് ടിൽട്ടബിളാണ്. നമുക്ക് മേളിലോട്ടോ താഴോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വാഹനം ഓടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ AC-യുടെ കൺട്രോൾസ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫാനിൻ്റെ കൺട്രോൾസ് ഇവിടെ ആയിട്ടും ഹീറ്റിൻ്റെ കൺട്രോൾ ഇവിടെ ആയിട്ടും. പിന്നെ മാക്സ് AC എന്ന് പറയുന്നൊരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാനൊക്കെ ഫുൾ സ്പീഡിൽ പെട്ടെന്നൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഡീഫോവർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മേളിലേക്ക് 2 എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. AC-യുടെ വെൻറ്റുകൾ. സെൻട്രലായിട്ട് ഹസാർഡിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേളിലായിട്ട് നമ്മുടെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ല, ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. എന്നിരുന്നാലും കമ്പനി തരുന്നതായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് റോ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ബാക്ക് റോയിലേക്ക് പോകാം. ബാക്ക് റോയുടെ സ്പേസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് റോയിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഓപ്പണിങ് കുറവാണ്. പക്ഷേ എനിക്ക് കയറിയപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനൊരു 6 അടി ഹൈറ്റുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റി. ഈ ഒരു ഓപ്പണിങ് കുറവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അത് പക്ഷേ എനിക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമുക്കൊരു അല്പ സ്പേസ് കുറവാണ്, എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാതെ അകത്തോട്ട് കയറാം. ഈ ഫ്രണ്ടിലത്തെ സീറ്റ്, നമ്മുടെ ഡ്രൈവർ സൈഡിലെ സീറ്റ് ഞാൻ കുറച്ച് മുന്നിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ലെഗ് റൂം ഉണ്ട്. പക്ഷേ അത് അല്പം പിന്നിലോട്ടാണെങ്കിൽ, അതുപോലെ ഇത് ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പിന്നിലോട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ തൈ സപ്പോർട്ട് നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. തൈ സപ്പോർട്ട് ഈ വാഹനത്തിന് കുറവ് തന്നെയാണ്. ബാക്കിലത്തെ സീറ്റിംഗ് പൊസിഷൻ ഫ്രണ്ടിലുള്ള ആ ഒരു സുഖമൊന്നുമില്ല. എന്നിരുന്നാലും നമുക്കൊരു 5 പേർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. തൈ സപ്പോർട്ട് കുറവ് തന്നെയാണ്, അത് ഞാൻ വീണ്ടും പറയുന്നു. ബാക്കിലെ സീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് സീറ്റൊന്നുമല്ല, ഫുള്ളി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ് ബാക്ക് റോയിലേക്ക് വരുമ്പോൾ. സെൻട്രലായിട്ട് ആംറസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, ഫുള്ളി ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല, നോർമലി വരുന്നൊരു ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് വരുന്നത്.
പിന്നെ ഹെഡ് റൂം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ടായിരുന്നു. പക്ഷേ റയർ ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് റൂം കുറച്ച് കുറവാണ്. എന്നിരുന്നാലും തലയൊന്നും തട്ടത്തില്ല, പക്ഷേ ഹെഡ് റൂം കുറച്ച് കുറവാണ്. എൻ്റെ ഹൈറ്റുള്ള ഒരാൾക്ക് അതൊരല്പം കുറവാണ്. പക്ഷേ എന്നെങ്കിലും കുറച്ച് ചെറിയൊരാൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. എന്നിരുന്നാലും ഒരല്പം ഹെഡ് റൂം കുറവ് തന്നെയാണ് റൈറ്റ് സൈഡിൽ. ഫ്രണ്ടിലുള്ള ആ ഒരു ക്യാബിൻ്റെ സുഖമൊന്നും ബാക്കിലോട്ട് വരുമ്പോൾ ഇല്ല. തൈ സപ്പോർട്ട് കുറവാണ്, ഹെഡ് റൂം കുറവാണ്, ലെഗ് റൂമും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഈ സീറ്റ് അല്പം ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും മുട്ട് ചെറുതായിട്ട് തട്ടുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് സെൻട്രൽ ടണൽ വരുമ്പോൾ ഭയങ്കര ഒരു ഹൈറ്റിലൊന്നും അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിരിക്കണമെങ്കിലും ഒരുപാട് കാല് ഉയർത്തിയൊന്നും നീക്കണ്ട. വലിയ കുഴപ്പമില്ലാതെ നമുക്കൊന്ന് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോ പാസഞ്ചർ സൈഡിലെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പേപ്പറോ ഫയലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. പാഴ്സൽ ട്രേയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബാക്കിൽ നിന്ന് കണ്ട അതേ ഒരു സ്പേസ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരുന്നോളും. പെട്ടെന്നൊന്നും ഫ്രണ്ടിലോട്ട് മറിഞ്ഞ് വരത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. ഭയങ്കര സ്പേസ് ആണെന്നല്ല, എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നോളും. പിന്നെ നമ്മുടെ 3 സീറ്റിൻ്റെ സൈഡിലായിട്ട്, അതായത് ഡ്രൈവർ സീറ്റിൻ്റെ സൈഡ് പോയിട്ട് ബാക്കി എല്ലായിടത്തും ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പഴയ ടൈപ്പ് പോലെ എപ്പോഴും ഓപ്പൺ ആയിരിക്കുന്ന ടൈപ്പല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം. സോഫ്റ്റായിട്ട് തന്നെ ക്ലോസ് ആവുന്ന ടൈപ്പ് ഹാൻഡിൽസാണ് 3 സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ 265 ലിറ്റർ ബൂട്ട് സ്പേസ് മാത്രമല്ല, നമ്മുടെ ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്ക് ഈ പാഴ്സൽ ട്രേ ആദ്യം എടുത്ത് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിലുമായിട്ട് 2 സ്വിച്ചസ് ഉണ്ട്. അത് രണ്ടും ഒരേപോലെ ഫ്രണ്ടിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഫ്രണ്ടിലോട്ട് മടങ്ങുന്നതാണ്. അത്യാവശ്യം നല്ല ലഗേജസ് ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സ്പേസ് ഇപ്പോൾ ഉണ്ട് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് 2 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം ലോങ് പോവുകയാണ്, 2 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് കിഡ്സാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്കൊരു ബെഡായിട്ട് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ലഗേജസും വയ്ക്കാം, ബെഡായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഈ കുഞ്ഞൻ കാറിലാണ് ഇത്ര ഫെസിലിറ്റി എന്ന് നമ്മൾ മറക്കരുത്. ഓക്കെ, അപ്പം 4th ജെൻ, നമ്മൾ 4ാമത്തെ ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ, നമ്മുടെ ഔട്ട് സൈഡുള്ള ലുക്ക് കാര്യങ്ങൾ, ബാക്കി സ്പേസ് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ കാര്യത്തിലോട്ട് കടക്കുന്നത്, ഇതിൻ്റെ എൻജിൻ റൂം. എൻജിൻ റൂം എങ്ങനെയാണ്, ഇതിൻ്റെ എൻജിനിലുള്ള പ്രത്യേകത. അതായത് ടൈപ്പ് 3 ആയിരുന്നപ്പോൾ ഇതൊരു 4 സിലിണ്ടർ എൻജിനായിരുന്നു. ടൈപ്പ് 4 ആയപ്പോൾ, അതായത് 4th ജെൻ ആയപ്പോൾ ഇതൊരു 3 സിലിണ്ടർ 1.2 ലിറ്റർ എൻജിനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിൻ്റെ പോരായ്മ എന്താണെന്ന് നമുക്ക് എൻജിൻ റൂം കണ്ടിട്ട് പറയാം. എൻജിൻ റൂം ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ കണ്ട, അതായത് നേരത്തെ പറഞ്ഞ ആ ലിവർ ഒന്ന് ജസ്റ്റ് പുള്ള് ചെയ്യുക. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വരിക. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയാകത്തോട്ട് ഇടുക. ചില വണ്ടികളിൽ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യേണ്ട ലിവർ ഇരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെയാണ്. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട്, അതായത് ഈ ഭാഗത്ത് വന്ന് ലെഫ്റ്റിലോട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബോണറ്റ് ഹോൾഡ് ചെയ്യേണ്ട ലിവർ ഇതിൻ്റെ ബോണറ്റിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. താഴ്ഭാഗത്തല്ല വരുന്നത്, ഇതിൻ്റെ ടോപ്പിലാണ് വരുന്നത്. ഓക്കെ, ബോണറ്റ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചു. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, പഴയ മാരുതിയിലൊന്നും കാണാത്തൊരു കാര്യമാണ്. നമ്മൾ നോയ്സൊക്കെ, എഞ്ചിൻ്റെ നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതുള്ളത് കൊണ്ട് അധികം നോയ്സോ കാര്യങ്ങളോ ഒന്നും പുറത്തു പോകത്തില്ല. പക്ഷേ ഇതൊക്കെ കുറച്ച് കാലം മുന്നേ വരേണ്ടതായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, 2026 ആയപ്പോഴത്തേക്കും മാരുതിക്കകത്ത് വന്ന ചേഞ്ചസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 4th ജെൻ 3 സിലിണ്ടർ എൻജിൻ. അതായത് 4th ജെനിൽ വരുന്ന 3 സിലിണ്ടർ എൻജിൻ. അത്യാവശ്യം നല്ലൊരു ഒതുങ്ങിയ ക്യാബിനാണ്, അതായത് എൻജിൻ റൂം നല്ലൊരു ഒതുങ്ങിയ എൻജിൻ റൂമാണ്. അത്യാവശ്യം നല്ല ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്, നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു 3 സിലിണ്ടർ എൻജിനായപ്പോൾ നോയ്സ് ഒരല്പം കൂടുതലാണ്. ബാറ്ററി കാര്യങ്ങൾ ഈ ഭാഗത്തായിട്ടുണ്ട്, ഫ്യൂസ് കാര്യങ്ങൾ ഈ ഭാഗത്തായിട്ടുണ്ട്, നമ്മുടെ ഫ്രൂഡ് ഓയിൽ കാര്യങ്ങൾ അവിടെയായിട്ട്, റേഡിയേറ്റർ ഫാൻ ഫ്രണ്ടിലായിട്ടുണ്ട്, മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, നമ്മൾ നോർമലി കാണുന്ന ഒരു മാരുതിയുടെ എൻജിൻ റൂമേ അല്ല ഇത്. ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു അമേരിക്കൻ കമ്പനിയോടൊക്കെ കിടപിടിക്കാൻ പറ്റുന്ന ആ തരത്തിലുള്ള ഒരു എൻജിൻ റൂമാണ് 4th ജെൻ മാരുതിയുടേത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് തിങ്ങി വെച്ചിട്ടുണ്ട്. കാരണം സാധാരണ മാരുതിയുടെ എൻജിൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എൻജിൻ വരും, അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇത് കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് 4 സിലിണ്ടർ എൻജിനിൽ നിന്ന് 3 സിലിണ്ടറിലേക്ക് മാറാനുള്ള കാരണം, മാറിയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ആദ്യത്തെ കാര്യം തന്നെ ഇതിൻ്റെ മൈലേജ് കൂട്ടാനാണ് എൻജിൻ 3 സിലിണ്ടറിലോട്ട് മാറ്റിയത്. അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് മൈലേജ് ഒരല്പം കൂടുതൽ ലഭിക്കും. അതാണ് പെർ ലിറ്ററിന് 25 കിലോമീറ്റർ അവർ മൈലേജ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ 25 കിട്ടിയില്ലെങ്കിലും 21 കിട്ടുന്ന കസ്റ്റമറൊക്കെ ഉണ്ട്. നമ്മളെ 3rd ജെൻ സ്വിഫ്റ്റിൽ കെ സീരീസ് 1.2 ലിറ്റർ എഞ്ചിനായിരുന്നു. നമ്മുടെ 4th ജെൻ ആയപ്പോഴേക്കും ഇസഡ് സീരീസ് 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അത് 3 സിലിണ്ടറാണ്, മറ്റേത് 4 സിലിണ്ടർ ആയിരുന്നു. 4 സിലിണ്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുറച്ച് വൈബ്രേഷൻ
വൈബ്രേഷൻ, നോയ്സ് ഇതെല്ലാം കുറവായിരിക്കും. കുറച്ചുകൂടെ നമുക്ക് പിക്കപ്പ് ഫീൽ ചെയ്യും. നമ്മുടെ 4th ജനറേഷനിലേക്ക്, അതായത് ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിൻ വരുമ്പോൾ 4 സിലിണ്ടർ എഞ്ചിനെ അപേക്ഷിച്ചിട്ട് 3 സിലിണ്ടർ എഞ്ചിന് ഒരു അല്പ വൈബ്രേഷനും കുറച്ച് നോയ്സും കൂടുതലായിരിക്കും. അതിനെക്കൊണ്ടാണ് ഇത്രയും ഇൻസുലേഷനും കാര്യങ്ങളും അവർ ചെയ്തിട്ടുള്ളത്, ഈ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യും, ഒരല്പം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും വണ്ടിക്ക് മൈലേജ് കെ സീരീസിനേക്കാളും ഇസഡ് സീരീസിന് കൂടുതലാണ് കിട്ടുന്നത്. വണ്ടിക്ക് ബോഡി വെയിറ്റ് കുറച്ചിട്ട് മാത്രമല്ല, എഞ്ചിൻ്റെ വെയിറ്റ് കുറച്ചിട്ടും വണ്ടിക്ക് മൈലേജ് കൂട്ടാൻ പറ്റുമെന്നാണ് ഇസഡ് സീരീസിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത്. കാരണം കെ സീരീസ് 4 സിലിണ്ടർ എഞ്ചിനേക്കാളും ഈ ഇസഡ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിന് വെയിറ്റ് കുറവാണ്. ഒരു 25 കിലോയോളമാണ് ഇസഡ് സീരീസിലേക്ക് വരുമ്പോൾ ഈ 3 സിലിണ്ടർ എഞ്ചിന് വെയിറ്റ് കുറവ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള വെയിറ്റ് കുറച്ചുകൂടെ കുറവാണ്. പക്ഷേ ബോഡിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടില്ല, എഞ്ചിന് മാത്രമാണ് വെയിറ്റ് കുറച്ചിട്ടുള്ളത്. നോർമലി മാരുതി ചെയ്യുന്നത് വണ്ടിയുടെ ബോഡിയുടെ വെയിറ്റ് കുറച്ചിട്ടാണ് മൈലേജ് കൂട്ടാനുള്ള ടെക്നിക്ക് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. കാരണം വണ്ടിയുടെ എഞ്ചിനാണ് വെയിറ്റ് കുറച്ചിരിക്കുന്നത്, പക്ഷേ ബോഡിക്ക് ബിൽഡ് ക്വാളിറ്റി വലിയ കുഴപ്പമില്ലാതുകൊണ്ട് 3 സ്റ്റാർ കിട്ടിയിട്ടുള്ളൂ. എന്നിരുന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ കാറ് നിർമ്മിക്കുന്നവർ, ഈ 4th ജെൻ. പിന്നെ ഇതിനകത്ത് ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, ESP വരുന്നുണ്ട്, EBD വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചർ, സേഫ്റ്റി ഫീച്ചറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ വാഹനം ഇറങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം മൈലേജും ഉണ്ട്. എനിക്ക് തോന്നുന്നു സിറ്റി യൂസിനൊക്കെ പറ്റിയ ഒരു കാറാണ്. കാരണം നമ്മുടെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ഫീല് ഇതിനകത്തുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിക്ക് വലിയ ഭാരമൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സിറ്റിക്കകത്തൊക്കെ. ക്ലച്ച് ഭയങ്കര ഹാർഡോ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഇതിൻ്റെ മാനുവൽ ആണെങ്കിൽ പോലും നമുക്ക് നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഡ്രൈവിങ്ങിൻ്റെ കംഫർട്ട് കാര്യങ്ങളെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതോടുകൂടി തന്നെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടി, ഇപ്പോൾ ഞാൻ എഞ്ചിൻ റൂമിൻ്റെ അവിടെ ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 3 സിലിണ്ടർ എഞ്ചിന് എത്രത്തോളം സൗണ്ട് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാണ് സൗണ്ട്, അതായത് ഔട്ട് സൈഡിലുള്ള സൗണ്ട്, ഇൻസൈഡിലുള്ള സൗണ്ട് ഒരുമിച്ചാണ് വരുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ നോയ്സ്. വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും അത്യാവശ്യം വൈബ്രേഷൻ ഉണ്ട്. നമ്മളെ മുന്നത്തെ സ്വിഫ്റ്റിനേക്കാളും കുറച്ച് വൈബ്രേഷൻ ഈ വണ്ടിക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുക, നിയമം പാലിച്ച് മാത്രം വാഹനം ഡ്രൈവ് ചെയ്യുക എല്ലാവരും. ഒന്ന്, നിയമം പാലിക്കുന്നത്, 2 നമ്മുടെ സേഫ്റ്റിയാണ്. എനിക്കൊന്ന് മെയിൻ കാര്യം നമ്മുടെ സേഫ്റ്റി ആയിരിക്കും, നിയമം രണ്ടാമതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ പിക്കപ്പിൻ്റെ കാര്യം ഒരല്പം കുറവ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മുടെ 3rd ജെന്നും ഈ 4th ജെന്നും അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും, അല്ലാത്തവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യണമെന്നില്ല. എനിക്ക് പക്ഷേ അത് ഫീൽ ചെയ്തു, കാരണം ഞാൻ 2 ജനറേഷൻ ഓടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്തു. ഒരു പിക്കപ്പ് കുറവ് നമ്മുടെ 4th ജെന്നുണ്ട്. 3 സിലിണ്ടർ ആയതുകൊണ്ടാണ്, മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എഞ്ചിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ ആ ഒരു നോയ്സ് മാത്രം ഒരു അല്പം അകത്തോട്ട് വരുന്നുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ നോർമലി ഉള്ള ആ ഒരു ഇത് തന്നെയാണ്. യാത്രാ സുഖമൊക്കെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കാരണം സസ്പെൻഷനും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. നമ്മളെ 3rd ജെന്നും ഈ 4th ജെന്നും സെയിം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊന്നും ഒരു മാറ്റവും ഇല്ല, നോർമൽ തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ നമ്മുടെ ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. വലിയ വെയിറ്റ് ഉള്ളതായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. ഭയങ്കര ഒരു ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. സിറ്റി യൂസിനൊക്കെ ഇത് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം അത്യാവശ്യം മൈലേജ് ഉണ്ട്, ഉപയോഗിക്കാൻ കുറച്ച് ഹാൻഡിയാണ്, അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ. ഭയങ്കര സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല, പാർക്കിംഗ് കുറച്ചുകൂടെ എളുപ്പമാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് സിറ്റിയിലുള്ളവർക്ക്. എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ അകത്തോട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്നല്ല, സിറ്റി യൂസിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഈ കാറ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാരുതിയുടെ 4th ജെൻ സ്വിഫ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടുത്ത് അറിയേണ്ട ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക്, ഏത് കാറാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം, അതും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലോട്ടൊന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്, അത് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം അതിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വരാത്ത കുറച്ച് അപ്ഡേറ്റുകൾ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. കാരണം നമ്മൾ കുറച്ച് വണ്ടികൾ സെല്ല് ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ സെല്ലിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലാണ് വരുന്നത്. ആ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.